നമ്മുടെ പിങ്കു കുഞ്ഞുങ്ങളെല്ലാം അത്യാവശ്യം ചട്ടമ്പികളായി മാറിയിട്ടുണ്ട്. അത്യാവശ്യം വികൃതിത്തരങ്ങളെല്ലാം 4 പേർക്കും വന്നു തുടങ്ങി. കുട്ടികളുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വച്ചാല് കുട്ടികളെക്കാട്ടിലും വികൃതിയായി. കണ്ടോ, ഇതാണ് പിങ്കുവിന്റെ അവസ്ഥ. ആകെ വെകളി പിടിച്ച് എനിക്ക് പ്രസവിക്കണ്ടായിരുന്നേ, എനിക്ക് കൊച്ചുങ്ങൾ വേണ്ടായിരുന്നേ എന്നുള്ളൊരവസ്ഥയാണ് പിങ്കുവിനിപ്പം. ഇവിടെ 3 അമ്മമാരുണ്ട്. പിങ്കു അമ്മ, മിക്കു അമ്മയല്ല, പപ്പിയമ്മ, ബെല്ലാമ്മ. ഏറ്റവും സൂപ്പർ അമ്മ ആരായിരുന്നെന്ന് വെച്ചാൽ പപ്പിയമ്മയായിരുന്നു. ദൈവമേ, കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു പപ്പിയുടേത്. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊണും ഉറക്കവും ഇല്ലാതെ കൊച്ചുങ്ങളെ ഇത്രയും വൃത്തിയായിട്ട് നോക്കിയത്. പപ്പി അമ്മച്ചി കിടക്കുന്നുണ്ടോ കൊമ്പത്ത്, അമ്മച്ചി കിടക്കുന്നൊക്കെ. ഇപ്പം ഇതിൻ്റെ മണ്ടയ്ക്കാണ് പിങ്കുമ്മയുടെ സ്ഥിരം ഇത്, ഇതിൻ്റെ മണ്ടയ്ക്കാണ് മക്കൾ കിടക്കുന്നത്. നോക്കേ, മക്കൾ കിടക്കുന്നത് നോക്ക്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ പുറവിന് വന്നു. നമ്മുടെ പപ്പിയെ കൂട്ടൊരമ്മ ഞാൻ കണ്ടിട്ടില്ല. ഈ പിങ്കു ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാറേ ഇല്ല. അവക്കാണെങ്കിൽ അവരുടെ കാര്യം, അവക്കുള്ള അവിടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചടപാടുണ്ടോ നോക്കിയിട്ട്. സാധാരണ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്രക്ക് ഫുഡ് നമ്മൾ കൊടുത്താലും ഇവർക്കൊരു ചടപാട് വരുന്നതാണ്. പക്ഷെ നമ്മുടെ പിങ്കു കുറച്ചുകൂടെ വീങ്ങിയതല്ലേ ഉള്ളു. വായിക്കൊരു റെസ്റ്റ് ഇല്ല. എവിടെല്ലാം പോയി എന്തെല്ലാം തപ്പിയെടുക്കാവോ അതെല്ലാം ചെയ്യും. ആ കൊച്ചുങ്ങളെ അവൾ മൈൻഡ് ചെയ്യുന്ന നോക്കിയട്ടെ. ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ, നമ്മുടെ പപ്പിയുടെ ഷേപ്പ് കണ്ടോ. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല അമ്മയ്ക്കുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പിക്ക് കൊടുക്കണം. നമ്മുടെ പപ്പി പ്രസവിച്ചേണ്ട പൂടെയൊക്കെ പൊഴിഞ്ഞ് അവിടെ ഷേപ്പൊക്കെ കണ്ടോ. ഇനിയിപ്പോൾ ശരിയായി വരണം, പൂടെ എല്ലാം പൊഴിഞ്ഞ്. നമ്മുടെ പപ്പിക്കാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു പരുവാവുന്നവരെ അവക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. കുഞ്ഞുങ്ങളുടെ ഇടിക്കുന്ന കുഞ്ഞുങ്ങൾ കഴിച്ചതിന്റെ ബാക്കി, ഇത് അമ്മച്ചി കഴിച്ചതിന്റെ ബാക്കി വേണം മക്കൾ കഴിക്കാനും. ഒരു വക ഇപ്പം കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല. ചോറൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ. ബെല്ല ഇത് തന്നെ, ബെല്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കുമായിരുന്നു. ഇത് ഞാൻ അതുപോലും കണ്ടിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബെല്ല പിന്നെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അവള് കഴിക്കാൻ അവക്ക് വേണം, കൊച്ചുങ്ങൾ കഴിക്കരുത്. പിന്നെ സ്നേഹം കൊടുക്കുമായിരുന്നു ബെല്ല, ഇതതും ഇല്ല. ഇതുപോലൊരു അമ്മച്ചിയുടെ വയറ്റി വന്ന് പിറന്നല്ലോ നോത്ത് സങ്കടപ്പെട്ട് കിടക്കുന്ന 4 കൊച്ചുങ്ങൾ. ഇത് പാട്ടപ്പഴാ അമ്മച്ചി ഇങ്ങോട്ട് എഴുന്നള്ളിയത് 2 മണിക്കൂറിന് ശേഷം. എടി പിങ്കു, നീ കുറച്ച് സ്നേഹമെങ്കിലും ഈ കൊച്ചുങ്ങൾക്കൊന്ന് കൊട്. പപ്പി ഉണ്ടായണ്ട് അവര് പിടിച്ച് നിൽക്കുന്നു. പപ്പി അതിനെ നോക്കിയിട്ട് പപ്പി ഉണ്ടായണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹം കിട്ടി വളരുന്നത്. മിക്കു ഉണ്ടായിരുന്നു. മിക്കുവിന് പണ്ടത്തെ ഒരിതൊന്നും ഇപ്പം ഇല്ല. അല്ല എൻ്റെ കൊച്ചുങ്ങളെ ഞാനെന്തിനാ നോക്കുന്നെന്നുള്ളൊരു ഭാവമാണ് ഇപ്പം മിക്കുവിന്. മിക്കുവിന് പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. മിക്കുഞ്ഞ് വന്നേ. വേണ്ട ഞാൻ എടുക്കട്ടെ കുഞ്ഞാവ എടുക്കട്ടെ. അറിയും കിടക്കുക. നമുക്ക് ബിക്കറ്റ് തിന്നാ. ആരേലും എടുത്ത് കൊണ്ടുപോവോ? വേണോ നിനക്ക്? അമ്മച്ചിക്ക് എന്ത് അമ്മച്ചി തുള്ളിച്ചാടുന്നു. ഒന്ന് കൊണ്ടുപോവോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഇല്ലയോ? ഞങ്ങൾ ബിക്കറ്റ് കൊടുക്കാൻ പോവാ. ഇയാളെ പാലൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇനി ഞങ്ങൾ ബിക്കറ്റും ഒക്കെ കഴിച്ചു തുടങ്ങി. ഇനി ഇയാളെ പാലൊന്നും ഞങ്ങൾക്ക് വേണ്ട. പപ്പി കഷ്ടം, പപ്പിയെ കാണുക. ഏറ്റവും നല്ല അമ്മച്ചിക്കുള്ള അവാർഡ് പപ്പിക്ക് കൊടുക്കും ഞാൻ. നോക്കിക്കോ, നിന്റെ ഒന്നും കൂട്ടല്ല. പപ്പി പിങ്കുവിനെ നോട്ടം നോക്കിയേ. ഒരു ഉമ്മ കൊടുത്തേ, കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തേ. ഞാൻ കണ്ടിട്ടില്ല പെണ്ണ് സ്നേഹിക്കുന്നത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. കൂടുതൽ കൊണ്ട് കിടത്തുമ്പോഴും ദൂരെ മാറി കിടക്കുന്നതാണ്. കൊച്ചുങ്ങളെ അടുക്കി പിടിച്ചൊരു കിടത്ത അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പിങ്കൂര് ഒരു വ്യത്യസ്തയായ അമ്മ.
ഞാനൊന്ന് കയ്യിലെടുത്തപ്പോഴത്തേക്കിന് അമ്മമാരെ ടെൻഷൻ കണ്ടോ? ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്തടം മുതൽ ആ അമ്മമാര് 3 പേരോട് ഒന്നായിട്ട് നിൽക്കുന്നുണ്ട്. എഞ്ചു വേണ്ട അമ്മച്ചി പാപ്പ തരാം, അമ്മച്ചി പാപ്പ തരാം, ടിക്കറ്റ് പാപ്പ തരട്ടെ. ഞാൻ അമ്മച്ചിയുടെ പാലിച്ചിട്ട് കുടിച്ചാട്ടെ.